Okay, good morning all of you. അപ്പൊ നമ്മൾ ഇന്നൊരു എക്സാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? എല്ലാ മക്കളും റെഡിയാണെന്ന് പറഞ്ഞു. അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ ഒന്നാമത്തെ പാഠത്തിലാണ് എന്ത് ചെയ്യണം? ആദ്യം പ്രസന്റ് എഴുതി വിട്ടുവല്ലോ. അപ്പൊ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ MS നോട്ട്ബുക്കില് ആദ്യം പേരെഴുതുക, സബ്ജക്ട് നെയിം എഴുതുക അല്ലെ? എവിടെയാ പേരെഴുതുക? റൈറ്റ് സൈഡിൽ പേരെഴുതുക, നടുക്ക് സബ്ജക്ട് നെയിം എഴുതുക അല്ലെ? നല്ല നീറ്റിൽ എഴുതണേ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞോട്ടെ. ആർ യു റെഡി? യെസ് ഓർ നോ? ഷോ യുവർ തമ്പ്. ഇന്ന് ഉഷാറിൽ കാണിച്ച മക്കളെ. ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചില്ല എല്ലാ മക്കളും? കഴിച്ചിട്ട് വിശന്നു അല്ലേ? അപ്പോ ആദ്യത്തെ ഫസ്റ്റ് വൺ ക്വസ്റ്റ്യൻ എന്തായിരുന്നു അറിയോ? എന്താണെന്ന് അറിയോ? മീനിങ് എഴുതുക, അർത്ഥം എഴുതുക. ഫസ്റ്റ് ബിറ്റ് അർത്ഥം എഴുതുകയാണ്. അതിന് ഫസ്റ്റ് വൺ അർത്ഥം എഴുതുക, റോമൻ ലെറ്ററിൽ 1 എഴുതുക, അതിനുശേഷം 1 എഴുതുക അല്ലെ? ഓക്കെ, കിനിയുക എഴുതിക്കോ. മീനിങ് എഴുതാൻ ഫസ്റ്റ് വൺ കിനിയുക. കിനിയുക. മുഹമ്മദ് റാസി എഴുതുന്നുണ്ടോ മോനെ? എഴുതാൻ അറിയില്ല മോനി അല്ലേ? എന്തായി? അക്ഷരങ്ങൾ പഠിച്ചോ? പഠിക്കാൻ തുടങ്ങിയോ? അതെ അല്ലേ? മിസ്സിനെ ഇടയ്ക്കൊന്ന് വിളിക്കണം കേട്ടോ. എന്നാ ഞാനത് കുറച്ച് കാര്യങ്ങള് നിങ്ങൾക്ക് ചിഹ്നങ്ങളൊക്കെ പഠിപ്പിച്ചു തരാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ കിനിയുക. കിനിയുക എന്ന പദത്തിന്റെ അർത്ഥം എഴുതണം. അപ്പൊ റാസി ഒരു കാര്യം ചെയ്തോ, ആ ബുക്കിൽ സ്വരാക്ഷരങ്ങൾ കാണാതെ ഒന്ന് എഴുതി കാണിച്ചേ മിസ്സിനെ. സ്വരാക്ഷരങ്ങൾ പഠിച്ചല്ലോ മോൻ. അപ്പോ ഫസ്റ്റ് വൺ കിനിയുക, സെക്കൻഡ് വൺ മനതാര്. മനതാര് എല്ലാ മക്കളും നോക്കാതെ വൃത്തി എഴുതണം കേട്ടോ. മനതാര് ചിഹ്നങ്ങളൊക്കെ നോക്കി ശ്രദ്ധിച്ച് എഴുതുക. മനതാര്, അതിന്റെ അർത്ഥം എഴുതണം. മനതാര്. ഇപ്പൊ രണ്ടാമത്തത് മനതാര്. മൂന്നാമത്തത് മലര്. മലര്. മലര് എന്ന വേർഡിന്റെ മീനിങ് എഴുതണം. മലര്. ക്രിസ്റ്റി എഴുതുന്നുണ്ടോ? ഹന്ന വർഗീസ്, അജിത് ജോസഫ്, ക്രിസ്റ്റി ലിബിൻ, മുഹമ്മദ് റാസി, അനീറ്റ ഫിലിപ്പ്, എറിക് അഗസ്റ്റിൻ, ഇഫ്ര ഇസ്മയിൽ, മാളവിക സുരേഷ്, മുഹമ്മദ് ടി, കുര്യൻ ജോസഫ്, മുഹമ്മദ് ഷാൻ, മുഹമ്മദ് ഷക്സാദ്, ആൻസൺ, അനക സുരേഷ്, ഡൊമിനിക് ബിജു, ഷിഫാന എജി, ആൻഷി രതീഷ്, അമന്ന രാജേഷ്, അനിഹ മോഹൻ, ജ്വൽ മരിയ ജോമോൻ, ഫാത്തിമ മെഹറിൻ, അലൻ തോമസ്, മുഹമ്മദ് നാഫി, മുഹമ്മദ് അഫ്ലു, മുഹമ്മദ് സിനാൻ. ഓക്കെ, നെക്സ്റ്റ് ആരൊക്കെയുള്ള നോക്കട്ടെ. ഋഷികേശ്, അനീറ്റ ഫിലിപ്പ്, എറിക് അഗസ്റ്റിൻ, മുഹമ്മദ് ടി, മാളവിക സുരേഷ്, ആൻസൺ കെ അജിത്ത്, ഫാത്തിമ മെഹറിൻ. എല്ലാവരും ആയി തോന്നുന്നു അല്ലെ? അപ്പൊ ഷിഫാന എഴുതുന്നുണ്ടല്ലോ. ഷിഫാന, ഓക്കെ.
അപ്പോ മൂന്നാമത്തത് പറഞ്ഞേ മിസ് മലര്. നാലാമത്തത് ചോലം. ചോലം ചോല എഴുതിയോ? ചോല. അപ്പൊ 4 എണ്ണാണ് മീനിങ് എഴുതാൻ മിസ് പറഞ്ഞത്. 4 കംപ്ലീറ്റ് എഴുതിയോ എല്ലാവരും? ചോല. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞോട്ടെ. അപ്പൊ മീനിങ് എഴുതാൻ 4 എണ്ണേ ഉള്ളൂ. ഓക്കെ. അടുത്തത് ചേർത്ത് എഴുതുകയാണ്. ചേർത്ത് എഴുതുക. രണ്ടാമത്തെ ബിറ്റ് എന്താണ്? ചേർത്ത് എഴുതുക. അതിലൊന്നാമത്തത് പൂ പ്ലസ് ചോല എന്താണാവുക എഴുതി. പൂ പ്ലസ് ചോല സമയം എന്താണ് ചേർത്ത് എഴുതുമ്പോ ആവുക എഴുതണം. മരിയ എഴുതുന്നുണ്ടല്ലോ നമ്മളെ. പൂം പ്ലസ് ചോല. അനീറ്റ കുട്ടി പൂം പ്ലസ് ചോല. അടുത്തത് പൂം പ്ലസ് തേൻ. രണ്ടാമത്തത് പൂം പ്ലസ് തേൻ. ഷക്സാദേ പൂം പ്ലസ് തേൻ. പൂം പ്ലസ് തേൻ സമയം എന്താവുക ശരി. അടുത്ത മൂന്നാമത്തത് അതിൽ തന്നെ പൂം പ്ലസ് പട്ട്. പൂം പ്ലസ് ക്വസ്റ്റ്യൻ എഴുതരണോ? അപ്പൊ ആദ്യത്തെ മിസ് ചോദിച്ചേതാ? ആദ്യത്തത് പൂം പ്ലസ് ചോല അല്ലെ. എഴുതാൻ അറിയാത്തവർക്ക് വേണ്ടിയാണ്. എഴുതാൻ അറിയോ എല്ലാവർക്കും? പൂം അധികം ആണ് പ്ലസ് എന്ന് മനസ്സിലാവേ. ചോല ചേർത്ത് എഴുതുമ്പോ എന്താണ് വരുവാന്ന് എഴുതും. ഓക്കെ. നെക്സ്റ്റ് വൺ എന്താ പറഞ്ഞത്? പൂം പ്ലസ് തേൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചേർത്ത് എഴുതുകയിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പൂം പ്ലസ് തേൻ. ചേർത്ത് എഴുതുക. നെക്സ്റ്റ് ലാസ്റ്റ് വൺ അതിൽ തന്നെ പൂം പ്ലസ് പട്ട് എഴുതണേ. മൗസ് കൊണ്ട് എഴുതുന്നത് കൊണ്ട് അത്ര ഭംഗിയാവുന്നില്ല കേട്ടോ. പൂം പ്ലസ് പട്ട്. അപ്പൊ ഇതൊക്കെയാണ് ചേർത്ത് എഴുതാൻ പറഞ്ഞത്. 3 10 4 പറഞ്ഞു. ഹിബ എഴുതിയോ? ഹിബ ഋഷികേഷ് ഫിനിഷ് ആണോ? ഡിഡ് യു ഫിനിഷ്? ഋഷികേഷ് എഴുതിയില്ലേ? കഴിഞ്ഞു അല്ലേ? അപ്പോ അടുത്തത് പറഞ്ഞോട്ടെ. യെസ്. അപ്പൊ ഉത്തരം എഴുതാനാണ്. ഉത്തരം എഴുതുക. അതില് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ. മലയാള ഭാഷ വിരിയുന്നത് ഏതുപോലെയാണ്?
മലയാള ഭാഷ വിരിയുന്നത് ഏതുപോലെയാണ്? അതിന്റെ ആൻസർ മാത്രം എഴുതിയത്. ക്വസ്റ്റ്യൻ നമ്പർ 1 ഇടുക. മൂന്നാമത്തെ ബിറ്റില് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. എന്തേ റാസി, എഴുതി കഴിഞ്ഞോ? യെസ്. മിസ്സിനൊന്ന് സെൻഡ് ചെയ്ത് തരുന്നതേ എന്നോ ക്ലിയർ ചെയ്യ. അപ്പൊ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും പഠിച്ചിട്ടുണ്ടായിരുന്നോ മോൻ? പഠിച്ചിട്ടില്ല. എന്നാ നമുക്ക് ഇന്ന് അതുപോലെ ഇന്ന് മുതൽ നമുക്ക് അത് പഠിക്കണം അല്ലേ? അപ്പൊ ഇതൊന്ന് മിസ്സിന് സെൻഡ് ചെയ്ത് തരണേ. അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നമ്മൾ പറഞ്ഞത്? മലയാള ഭാഷ വിരിയുന്നത് ഏതുപോലെയാണ്? എഴുതിയോ? ആൻസർ എഴുതിയോ എല്ലാ മക്കളും? വെരി ഗുഡ്. നല്ലപോലെ പഠിച്ചവരുണ്ടല്ലേ. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ അതാ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞോട്ടെ. മലയാള ഭാഷ നിറയുന്നത് എവിടെ? മലയാള ഭാഷ നിറയുന്നത് എവിടെ? മലയാള ഭാഷ നിറയുന്നത് എവിടെ? രണ്ടാമത് പറഞ്ഞ ക്വസ്റ്റ്യൻ അതാണേ. എഴുതിയോ? ഓക്കേ. കഴിഞ്ഞ മക്കളെ? യെസ്. അപ്പോ നെക്സ്റ്റ് വൺ, മലനാടിന്റെ അഭിമാന ഭാഷ ഏത്? മലനാടിന്റെ അഭിമാന ഭാഷ ഏത്? എന്താണ് ഇഫ്ര? പറയാം. മലയാള ഭാഷ നിറയുന്നത് എവിടെ? അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പം പറഞ്ഞത്. മലനാടിന്റെ അഭിമാന ഭാഷ ഏത്? ഡൊമിനിക്കെ എഴുതുന്നുണ്ടോ മോനെ? വേഗം എഴുതിയേ. ആൻസൺ, ഡൊമിനിക്ക്, അനക, സുരേഷ് എല്ലാവരും വേഗം വേഗം എഴുതിയേ. അന്ന, എന്താണ് അന്ന ഇങ്ങനെ ആലോചിക്കുന്ന? അന്ന, ഇബ, എല്ലാരും എഴുതിയേ വേഗം. മുഹമ്മദ്, അജിത്തെ എഴുതുന്നുണ്ടോ? അജിത്തിന്റെ വീഡിയോ ഒന്ന് ഓൺ ചെയ്തേ മോനെ. ഓക്കെ. അലൻ തോമസ് എഴുതുന്നുണ്ടോ? അപ്പോ തേർഡ് ക്വസ്റ്റ്യൻ എന്താ മിസ് പറഞ്ഞേ? മലനാടിന്റെ അഭിമാന ഭാഷ ഏത്? ക്രിസ്റ്റി ലിബിൻ എഴുതിയോ? വേഗം എഴുതും. കുര്യൻ ജോസഫ്, ക്രിസ്റ്റി ലിബിൻ എല്ലാവരും എഴുതും. അപ്പൊ 3 ക്വസ്റ്റ്യൻ പറഞ്ഞേ. ഇനി നാലാമത് ഒന്നുകൂടി ഉണ്ട്. ഒന്നുകൂടി. പറയട്ടെ. ഫോർത്ത് ക്വസ്റ്റ്യൻ, മലയാളത്തിൽ നിന്ന് കിനിയുന്നത് എന്ത്? മലയാളത്തിൽ നിന്ന് കിനിയുന്നത് എന്ത്? മലയാളത്തിൽ നിന്ന് കിനിയുന്നത് എന്ത്? മുഹമ്മദ് എഴുതിയോ? മുഹമ്മദ്, മലയാളത്തിൽ നിന്ന് കിനിയറിക്ക ക്വസ്റ്റ്യൻ എഴുതിയോ? ഷിഫാന എഴുതി. ഓക്കെ.
മുഹമ്മദ് റാസി കാ എഴുതിക്കോ മോനെ. കാ എഴുതാനറിയോ റാസിക്ക്? കാ ഖ ഗ ഖ ങ. ആ അതുവരെ എഴുതി പഠിക്കും കേട്ടോ. മറ്റത് മറന്നുപോയാ? നാഫി എഴുതിയോ? നാഫി എഴുതിക്കഴിഞ്ഞോ? ഇല്ല അല്ലെ? അപ്പോ കാ എങ്ങനെ എഴുതണ്ടേ? കാ എങ്ങനെ എഴുതുന്ന റാസ് നോക്കിക്കോ. വ്യഞ്ജനാക്ഷരങ്ങളിലെ ഫസ്റ്റ് അക്ഷരം, ആദ്യത്തെ അക്ഷരമാണ് ക. ആരാണ് അൺമ്യൂട്ട് ആയിട്ടുള്ളത്? ഇതാണ് ആദ്യത്തത്. രണ്ടാമത്തത് ഖ, മൂന്നാമത്തത് ഗ, നാലാമത്തത് ഖ, മേഘം നൽകുന്ന ഖ. നെക്സ്റ്റ് ലാസ്റ്റ് വൺ അല്ലേ? ഇത് ഇത്ര പോരെ മോൻ പഠിക്കുക കേട്ടോ. ക ഖ. അപ്പൊ ക കരടി എന്നുള്ള ഖായത്. ഇനി ഖ നഖം, ഗ ഗണപതി ഗരുഡൻ എന്നൊക്കെ എഴുതുന്നത്. ഖ ഘടികാരം, മേഘം, ങ. ഓക്കെ, ഇത്രയും അക്ഷരങ്ങളാണ് ആദ്യത്തെ എഴുതേണ്ടത്. എഴുതിയെടുത്തോ റാസി? ഓക്കെ, അപ്പൊ മക്കൾക്ക് ഒന്നുകൂടി ക്വസ്റ്റ്യൻ പറയണോ? ടോട്ടൽ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയണോ? വായിക്കണോ? ആരാണ് ഒരാൾ മ്യൂട്ടാണ്? ക്ലാസ്സിലാണോ? ഋഷികേശ് എന്തേ മോനെ? ക്വസ്റ്റ്യൻ എഴുതണമെന്നില്ല. ക്വസ്റ്റ്യൻ ആൻസറിന്റെ ക്വസ്റ്റ്യൻ എഴുതണമെന്നില്ല കേട്ടോ. നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി. ചേർത്ത് എഴുതുക എന്നില്ലേ മിസ് ക്വസ്റ്റ്യൻ പറഞ്ഞ് കാണിച്ചെന്നില്ലേ? അത് എഴുതിനോ? എഴുതിയായിരുന്നോ? യെസ്, എഴുതിക്കോ. ഇത് എഴുതാൻ വേണ്ടിയാണ് എഴുതുന്നത്. എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, എഴുതിയെങ്കിലോ കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ കഴിഞ്ഞോ? എല്ലാ മക്കൾക്കും കഴിഞ്ഞോ? ഒന്നുകൂടി വായിക്കണോ? ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി വായിക്കാം. ഒന്നാമത്തത് പറഞ്ഞത് മലയാള ഭാഷ വിരിയുന്നത് ഏതുപോലെയാണ്. രണ്ടാമത്തത് മലയാള ഭാഷ നിറയുന്നത് എവിടെ. മൂന്നാമത്തത് മലനാടിന്റെ അഭിമാന ഭാഷ ഏത്. നാലാമത്തത് മലയാളത്തിൽ നിന്ന് കിനിയുന്നത് എന്ന്. ഓക്കെ, 4 ക്വസ്റ്റ്യൻ ആയിരുന്നു. എല്ലാവരും ആൻസർ ചെയ്തോ? എന്ത് പറ്റി ഡൊമിനിക്കിന്? ഡൊമിനിക്ക് പഠിച്ചില്ലേ? ഡൊമിനിക്ക് എഴുതാൻ അറിയാത്തവരുണ്ടോ? ചിഹ്നങ്ങൾ കുറച്ച് പകുതി പഠിപ്പിച്ചിട്ടുണ്ടല്ലേ നിങ്ങളെ? ഒക്കെ എല്ലാം ഫുള്ളായിരുന്നോ? അത് ഇഫ്ര ചിഹ്നങ്ങൾ കംപ്ലീറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം. ചിഹ്നങ്ങൾ ഞാൻ കംപ്ലീറ്റ് പറഞ്ഞായിരുന്നു മക്കളെ. തന്നെ ചിഹ്നങ്ങൾ എടുത്തോ നിങ്ങൾക്ക്? ഇല്ല, ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ. കുറച്ച് കുട്ടികൾക്ക് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. എന്താ ഇഫ്ര? ഫിനിഷായോ? ഋഷികേശിന് എന്താണ്? അൺമ്യൂട്ട് ചെയ്തോ? പറഞ്ഞോ മോനെ. ഒന്നുകൂടി പറയാം. ഒന്നാമത്തെ ക്വസ്റ്റ്യന്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മലയാള ഭാഷ വിരിയുന്നത് ഏതുപോലെയാണ്. കേൾക്കുന്നുണ്ടോ മോനെ? ആണോ? നെറ്റ് ക്ലിയർ ഇല്ലേ? മലയാള ഭാഷ വിരിയുന്നത് ഏതുപോലെയാണ്? ഒന്നാമത്തെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, മലയാള ഭാഷ നിറയുന്നത് എവിടെ.
തേർഡ് ക്വസ്റ്റ്യൻ എന്താന്നറിയോ മോനെ? മലനാടിന്റെ അഭിമാന ഭാഷ ഏത്? ഫോർത്ത് വൺ, മലയാളത്തിൽ നിന്ന് കിനിയുന്നത്. 4 ക്വസ്റ്റ്യനേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ടോട്ടൽ എക്സാം കഴിഞ്ഞു നിങ്ങളുടെ. പറഞ്ഞ മോനെ. ഓക്കെ, അപ്പൊ അടുത്തത് ക്രിസ്റ്റി എഴുതിയോ? എല്ലാവർക്കും ഫിനിഷ് ആണോ? ഹിബക്ക് ഫിനിഷ്. അതെ, അനിക അതെ, ഹിബ അതെ, കുര്യൻ ജോസ് പ്രീതി. നെക്സ്റ്റ് മാളവിക സുരേഷ്. എന്തായി മോളെ, എഴുതുന്നുണ്ടോ? ഓക്കെ, ഫിനിഷ് ആണോ? അൻവി രതീഷ് എഴുതി, അലൻ തോമസ് എഴുതി. അനീറ്റ വീഡിയോ ഓൺ ചെയ്തേ. അനീറ്റ. അനഘ എഴുതിയോ മോളെ? ഓക്കെ, അമന്ന എഴുതിയോ? അമന്ന എഴുതിയോ? അനീഫ എഴുതിയോ? ആൻസൺ എഴുതിയോ? ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും എഴുതി. അനീറ്റ സ്ലിപ്പിന് കഴിഞ്ഞു. എല്ലാവർക്കും ഫിനിഷ് ആയി. ഒന്ന് കൈ കാണിച്ച എല്ലാവരും. അജിത് ജോസഫ് എഴുതിയോ മോനെ? കഴിഞ്ഞോ? അജിത്തെ കഴിഞ്ഞോ? യെസ്. അപ്പോ എല്ലാവർക്കും കഴിഞ്ഞു അല്ലേ? അപ്പൊ മിസ് പറയുന്നൊന്ന് ശ്രദ്ധിക്കണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യം മുതലുള്ളത് ഞാൻ ആൻസർ പറയാണേ. അപ്പൊ എന്ത് ചെയ്യണം മക്കള്? ശരിയാണെങ്കിൽ മാത്രം ടിക്ക് ഇടണം. ഓക്കെ, ഒന്നാമത്തെ അർത്ഥം ചോദിച്ചത് മിസ് ആദ്യം ചോദിച്ചത് നിങ്ങൾ പറയണേ. ഒന്നാമത് ഞാൻ കിനിയുക. കിനിയുക എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അൻഷി. ഓക്കെ, ഊറുക. എത്ര പേര് കറക്റ്റ് ആയിട്ട് എഴുതി ഊറുക ഒന്നാമത്തെ? ഓക്കെ, വെരി ഗുഡ്. എല്ലാ ആൻസർ തെറ്റാണോ? ഹന്ന വർഗീസ് തെറ്റാണോ? ഊറുക എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ അല്ലെ? കിനിയുക, ഊറുക. അപ്പൊ ശരി കേട്ടോ. ഊറുക എന്ന് എഴുതിയ മക്കള് ശരി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്തത് മിസ് ചോദിച്ചത് രണ്ടാമത്തത് മനതാരി. മനതാരി എന്ന പദത്തിന്റെ അർത്ഥം എന്താ? എറിക്കേ? മനസ്സ്. മനസ്സ്, കറക്റ്റ്. അപ്പൊ എത്ര എല്ലാ മക്കളും എഴുതിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ടിക്ക് ഇട്ടോ. മനതാര്, മനസ്സ്. നെക്സ്റ്റ് വൺ മലര്. മലരിൻ്റെത് പൂവ്. എഴുതിയവരൊക്കെ ടിക്ക് ഇട്ടോ. മലര്, പൂവ്. ഫോർത്ത് വൺ എന്താ ചോദിച്ചത് മിസ്? ചോല. ചോല, അരുവി അല്ലെ? അരുവിന്ന് എഴുതിയവര് ടിക്ക്. ശരി കേട്ടോ. ഈ 4 എണ്ണം ശരിയായ എത്ര മക്കളുടെ ഒന്ന് കൈ കാണിച്ചേ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നെക്സ്റ്റ് വൺ നമ്മൾ ചേർത്ത് എഴുതുക അല്ലെ? ചേർത്ത് എഴുതുകയാണ് നമ്മൾ പഠിച്ചത്. അതിൽ ഒന്നാമത്തത് പൂം പ്ലസ് ചോല, പൂഞ്ചോല. ഇഞ്ച. ഇഞ്ചാം എഴുതിയവര് മാത്രം ശരി കേട്ടോ. പൂഞ്ചോല കറക്റ്റ് അറിയോ? ഓക്കെ, പൂഞ്ചോലാന്ന് എഴുതിയവര്, അത് അമ്മമാരുണ്ടെങ്കിൽ അവരോട് ഒന്ന് ക്ലിയർ ചെയ്യാൻ പറയണേ. അപ്പൊ പൂഞ്ചോലാന്ന് എഴുതിയവരാണെങ്കിൽ ഇഞ്ച. ഏത്? സഞ്ചി, ബെഞ്ച് എന്നൊക്കെ എഴുതുന്ന ഇഞ്ച എഴുതിയവര് ശരി. നെക്സ്റ്റ് പൂമ്പട്ട്. പൂം പ്ലസ് തേനാ ചോദിച്ചു. പൂന്തേ. പൂന്തരിന്ത. പന്ത് എന്നുള്ള എന്താ? പൂന്തേ. അത് എഴുതിയവര് ശരി. ശരി കേട്ടോ. നെക്സ്റ്റ് പൂം പ്ലസ് പട്ട്. പൂമ്പട്ട്. ഇമ്പ. അമ്പ് എന്നുള്ള എഴുതുന്ന ഇമ്പ, അമ്പാടി. ആ ഇമ്പ എഴുതിയവര് മാത്രം ശരി ഇടുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസറിൽ ഒന്നാമത്തത് ചോദിച്ചത് മലയാള ഭാഷ വിരിയുന്നത് ഏതുപോലെയാണ്? ഏതുപോലെയാണ്? ഏതുപോലെയാണ് അനീറ്റ? മലരു പോലെയാണ് മലയാള ഭാഷ വിരിയും. പറഞ്ഞു എല്ലാവരും. മലയാള ഭാഷ വിരിയും. അപ്പൊ അതാണെങ്കിൽ ശരി. ഓക്കെ, അതാണ് ആൻസർ എഴുതിയിട്ടുണ്ടെങ്കിൽ ശരി കേട്ടോ. നെക്സ്റ്റ് വൺ അടുത്ത ചോദ്യം മിസ് ചോദിച്ചത്
മലയാള ഭാഷ നിറയുന്നത് എവിടെയാണ്? മനതാരിലാണ്. ഓക്കെ, മനതാരിലാണ് മലയാള ഭാഷ നിറയുന്നത്. ഇത്ര എഴുതിയവര്, മനതാരിൽ എഴുതിയവരും ശരി എഴുതിക്കോ, കിട്ടോ. ക്രിസ്റ്റി നോക്കുന്നുണ്ടോ പേപ്പറ്? നെക്സ്റ്റ് വൺ, തേർഡ് ക്വസ്റ്റ്യൻ. മലനാടിന്റെ അഭിമാന ഭാഷ ഏതാണ്? മലനാടിന്റെ അഭിമാന ഭാഷ മലയാളമാണ്. മലനാടിന്റെ അഭിമാന ഭാഷ മലയാളമാണ് അല്ലെ? മലയാളമാണ്. അങ്ങനെ എഴുതിയൊരു, മലയാളം എഴുതിയൊരു ടിക്കിട്ടോ. നെക്സ്റ്റ് വൺ എന്താണ്? അടുത്ത ഞാൻ ചോദിച്ചത് ഫോർത്ത് ക്വസ്റ്റ്യൻ, മലയാളത്തിൽ നിന്ന് കിനിയുന്നത് എന്താണ്? മലയാളത്തിൽ നിന്ന് കിനിയുന്നത്? പൂന്തേനാണ് മലയാളത്തിൽ നിന്ന് കിനിയുന്നത് അല്ലെ? ഇത്ര എഴുതിയവരുണ്ടോ? ഫുള്ള് ശരിയായ എത്ര മക്കളുണ്ടോ? ഒന്ന് കൈ കാണിച്ചു. വെരി ഗുഡ്, എല്ലാവരും എഴുതിയിട്ടുണ്ടോ? വെരി ഗുഡ്. മുഹമ്മദ് ടീക്ക് തെറ്റി, പിന്നെ ആർക്കാ? ഹന്നക്ക് തെറ്റിയോ? ആൻസർ തെറ്റി അല്ലെ? അപ്പൊ തെറ്റിയത് എന്ത് ചെയ്യണം? 5 ടൈംസ് എഴുതണേ. ഇല്ല അല്ലെ? ഒറ്റൊരെണ്ണ അത് മാത്രം എഴുതിയാണ് കേട്ടോ. അനകക്കെല്ലാം ശരിയാണ്, കുറെ പേർക്ക് ശരിയാണ് അല്ലെ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എന്ത് ചെയ്യണം? ഇത് അമ്മമാരെ കൊണ്ട് നോക്കിച്ച് ഫുൾ ശരിയായവർക്ക് ഒരു 5 സ്റ്റാർ വാങ്ങിക്കും. എന്നിട്ട് മിസ്സിനൊന്ന് സെൻഡ് ചെയ്ത് തരണേ, നോക്കാൻ വേണ്ടിയാണേ. ശരി, നമ്മുടെ സമയം ഇപ്പൊ കഴിയാറാവേ. അപ്പൊ എന്ത് ചെയ്യണം? എല്ലാ മക്കളും തെറ്റിയത് ഒരു 5 ടൈംസ് എഴുതണം. ആൻസർ തെറ്റിയിരുന്നെങ്കിൽ ഒരു 5 തവണ എഴുതണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഫുള്ള് ശരിയായവർ സ്റ്റാർ വാങ്ങിക്കോട്ടോ. അമ്മമാരോട് ഒന്ന് ക്ലിയർ ചെയ്യാൻ പറയണേ. എന്നിട്ട് ടീച്ചർക്ക് ഒന്ന് ഇട്ട് തരുവാണ് കേട്ടോ. നോക്കട്ടെ, നല്ല വൃത്തിയിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഇപ്പൊ എല്ലാ മക്കളും നല്ല മക്കളാണേ. അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള 2ാമത്തെ പാഠത്തിന്റെ ബാക്കിയാണ് നമുക്ക് എടുക്കേണ്ടത് അല്ലെ? അപ്പൊ നിങ്ങള് ഫുള്ള് പഠിച്ചിട്ട് തന്നെ വരണേ. അടുത്ത ക്ലാസ്സിലെ എക്സാം ഇടുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഒരു പാഠം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സബ്ജക്റ്റും എന്ത് ചെയ്യണം മക്കള്? നല്ലതുപോലെ പഠിക്കണം കേട്ടോ. എക്സാം എന്തായാലും അവരിടും. അപ്പൊ എന്ത് ചെയ്യണം? എല്ലാം പഠിച്ച് നല്ല മക്കളായിട്ട് ഇരിക്കണം ക്ലാസ്സിൽ അല്ലേ? എന്നാ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? അധികം ആവൂല, ഓവർലോഡ് ആവൂല. ഒരു ദിവസം പഠിപ്പിക്കുന്ന അന്ന് പഠിച്ചു കഴിഞ്ഞാല് അല്ലെ? അപ്പൊ നമ്മൾ ലൈലയുടെ സൈക്കിൾ എന്ന പാഠഭാഗമാണ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? നമ്മളിപ്പോ എവിടം വരെ എത്തി? അമ്മാവന്റെ വീട്ടിലെത്തി നിൽക്കുന്ന ഉണ്ടായത് അല്ലെ? അപ്പൊ അടുത്ത ക്ലാസ് തുടങ്ങാൻ തോന്നുന്നു. ഇനി ഒരു 5 മിനിറ്റേ ഉള്ളൂ. ഇനി അമ്മാവന്റെ വീട്ടിൽ എന്തൊക്കെ വിശേഷങ്ങളാണെന്നാണ് ലൈല പറഞ്ഞത് അല്ലെ? സൈക്കിൾ ഇങ്ങനെ പാവം അവിടെ വെയിറ്റ് ചെയ്യണം ഒറ്റക്ക്. PDF കിട്ടിയില്ല അല്ലെ? സെക്കൻഡ് ചാപ്റ്ററിന്റെ ഓക്കെ കേട്ടോ. നമുക്ക് ഫോട്ടോ ഇട്ട് തരാതില്ലേ? ഞാൻ ഇട്ടുതരാം കേട്ടോ. പിന്നെ അപ്പോ നമ്മള് ലൈലയുടെ സൈക്കിൾ എന്ന പാഠാണ് നമ്മൾ പഠിച്ചു കൊടുക്കുന്നത്. എല്ലാവരും വായിച്ചിട്ടുണ്ടായിരുന്നോ 3 ടൈംസ്? എത്ര പേര് വായിച്ചു? ടെക്സ്റ്റ് ഇല്ലാത്തവർക്ക് വായിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ 3 ടൈംസ് വായിച്ചിട്ടുണ്ട്. വായിക്കുമ്പോ എനിക്ക് മനസ്സിലാവും. വായിപ്പിക്കുമ്പോ ക്ലാസ്സിൽ, അടുത്ത ക്ലാസ്സിൽ വായിപ്പിക്കും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എത്ര പേര് വായിച്ചിട്ടുണ്ട്, തപ്പിത്തറിയാതെ വായിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ അതുപോലെ റാസി അക്ഷരങ്ങൾ അത് പഠിക്കുക കേട്ടോ. ഇന്ന് മിസ് തന്ന 5 ലെറ്റർ അല്ലെ? അല്ലെ? അത് വെച്ച് ഓരോരോ വേർഡ്സ്. ഓക്കെ, അപ്പൊ നമ്മള് ഇവരുടെ കൂടെ തന്നെ എത്തും കേട്ടോ, പേടിക്കണ്ടേ. ഓക്കെ, അപ്പൊ നമ്മുടെ സമയം കഴിയാറായി. അപ്പൊ അടുത്ത ദിവസം നമുക്ക് ആ പാഠം പഠിക്കാം കേട്ടോ. അതിന്റെ ബാക്കി അമ്മാവന്റെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ലൈല പറയുന്നത് കേൾക്കാം അല്ലേ? ഓക്കെ, ബൈ. Thank you, miss. See you. Bye. Thank you. Okay. Bye.